വിദ്യാർത്ഥികളെ സാമ്പത്തിക തട്ടിപ്പ് സംഘം ചൂഷണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു. തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് പണം കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന വിവരങ്ങളാണ് കോഴിക്കോട് വടകരയിൽ നിന്ന് പുറത്തുവരുന്നത്. ഇങ്ങനെ അക്കൗണ്ടിൽ പണം എത്തിയ 4 പേരെ ഭോപ്പാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മാതൃഭൂമി ന്യൂസ് ബ്രേക്കിംഗ്. തട്ടിപ്പ് ഇന്റർനാഷണൽ കാർഡില്ലേ ATM-ൻ്റെ ആ കാർഡ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ കേസിലെടുത്തുക. അപ്പോൾ ഓന് കൊടുത്തിട്ട് അയാൾ ഫണ്ട് അടിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെയ്തിട്ട് ദുബായിൽ നിന്നാണ് ഗൾഫിൽ നിന്ന് പിൻവലിച്ചിട്ടാണുള്ളത്. ആ 10,000 രൂപ വരുന്ന ഒരു ATM കാർഡ്, 10,000 രൂപ തരുന്നു കമ്മീഷൻ. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ. എത്ര പൈസ ട്രാൻസാക്ഷൻ? ചില ആൾ അക്കൗണ്ടിൽ 7 ലക്ഷം, ചില ആളിൽ 4 ലക്ഷം അങ്ങനെയാണോ. എൻ്റെ കാർഡിൽ എത്ര വന്നിരുന്നു ആദ്യം? എൻ്റെ ഇതിൽ 7 ലക്ഷം. അതിന് എത്ര സമയം ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ? കുറച്ച് സമയമാണല്ലോ, ഒരു 5 മിനിറ്റ് ഉണ്ടാവും. തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറും? ഇല്ല, വിഡ്രോ ചെയ്യും. അത് ദുബൈയിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആദ്യം ഞാൻ ഷഹീദിനോട് ചോദിക്കട്ടെ, ഈ തട്ടിപ്പ് ഇതേത് തരത്തിലാണ്? വിദ്യാർത്ഥികളോട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞ ശേഷം അതിലേക്ക് പണം നിക്ഷേപിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ഇതാരാണ് പറയുന്നത്? ഇതേത് തരത്തിലാണ്? കാരണം ഈ വിദ്യാർത്ഥികളൊക്കെ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു അവബോധവും ആവശ്യമാണ്. ഗുഡ് മോർണിംഗ് മോത്തി. തീർച്ചയായും അത് കൃത്യമായും ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളും പൊതുജനങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പല ആളുകളുടെയും കോടികൾ അങ്ങനെ തട്ടിപ്പ് നടത്തി സംഘം കൈക്കലാക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന സംഘം ഈ വിദ്യാർത്ഥികളെ ആണ് ഇതിന് കരുക്കളാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതായത് ഈ വിദ്യാർത്ഥികൾ, നമുക്കറിയാം, ഇപ്പോൾ ഈ വടകരയിൽ പിടിയിലായ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട കരുക്കളാക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. 18, 19, 20 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. സ്വാഭാവികമായും കോളേജ് പഠനകാലത്ത് അവർക്ക് കൂടുതൽ പണമൊക്കെ അവർ ഒരു പക്ഷേ പലരും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവർ അത് ആഗ്രഹിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ചൂഷണം ചെയ്യുകയാണ് ഈ തട്ടിപ്പ് സംഘം ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളുമായി ബന്ധമുള്ള ചില ഏജന്റുമാരുണ്ടാവും. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് അത്തരം ചില സൗഹൃദങ്ങളുമൊക്കെ പലയിടങ്ങളിലും ഉണ്ടാവും. ഇത്തരം സൗഹൃദങ്ങളിലേക്ക് ഈ തട്ടിപ്പ് സംഘങ്ങൾ നുഴഞ്ഞു കയറുകയാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ അവരെ പ്രലോഭിപ്പിക്കുന്നു. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അവരെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്മീഷൻ ലഭിക്കും എന്നുള്ളതാണ്. ആദ്യപടിയായി ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുകയാണ് അവരെ കൊണ്ട് ചെയ്യുന്നത്. പണം നൽകാമെന്ന് അവരോട് പറയുന്നു. നിങ്ങളൊന്നും അറിയേണ്ടതില്ല, ബാങ്ക് അക്കൗണ്ട് എടുത്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്നാണ് ഈ തട്ടിപ്പ് സംഘം അവർക്ക് നൽകുന്ന വാഗ്ദാനം. പകരമായി നിങ്ങൾക്ക് കമ്മീഷനായി പണം ലഭിക്കും. അങ്ങനെ ആദ്യമായി ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നു. ആ ബാങ്ക് ഒരു അക്കൗണ്ട് എടുത്താൽ തന്നെ 10,000 രൂപ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലേക്ക് എത്തുന്നു. അത് ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മോഹിപ്പിക്കുന്ന ഒരു പണം തന്നെയാണ്. അങ്ങനെ 10,000 രൂപ കയ്യിലേക്ക് എത്തുന്നു. പിന്നീട് ഈ അക്കൗണ്ട് ഈ വിദ്യാർത്ഥിയുമായി യാതൊരു ബന്ധവുമില്ല. അതായത് ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിലും ATM കാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതുവഴിയാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന മറ്റെവിടെയെങ്കിലുമൊക്കെ ഓൺലൈൻ വഴി നടത്തുന്ന തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഈ അക്കൗണ്ടിലേക്കാണ് ആദ്യമായി ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതായത് ഈ തട്ടിപ്പ് സംഘം പോലീസിൻ്റെ കെണിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ഇതിനെ കരുക്കളാക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഈ അക്കൗണ്ടുകളിലേക്കാണ് ഈ തട്ടിപ്പിൻ്റെ പണം എത്തുന്നത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ ഈ വടകരയിലെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 7 ലക്ഷവും 4 ലക്ഷവും 10 ലക്ഷവും ഒക്കെ എത്തിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അവർ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യും, അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു കൈമാറ്റം നടത്തുന്ന സമയത്ത് അതിലും ഒരു കമ്മീഷൻ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നൊരു സാഹചര്യം. ഇങ്ങനെ മോഹവലയത്തിൽ പെടുത്തിയാണ് വടകരയിലെ 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഭോപ്പാൽ പോലീസ് ഇപ്പോൾ ഇവരെ കഴിഞ്ഞ ദിവസം വടകരയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ അവിടെ ജയിലിൽ കഴിയുകയാണ്. വിദ്യാർത്ഥികൾ ഈ ഭോപ്പാൽ പോലീസ് എത്തി വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വീട്ടുകാരും വിദ്യാർത്ഥികളുമൊക്കെ അപ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ആഴം, തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കെണിയുടെ ആഴം അവർക്ക് മനസ്സിലാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അവർ ആകപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയുള്ള വിദ്യാർത്ഥികളാണ്. അതായത് ഈ 4 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റ് നിരവധി വിദ്യാർത്ഥികളും സമാനമായ രീതിയിൽ ഈ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡും ഒക്കെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് നമ്മോട് ഈ കാര്യം സംസാരിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ
ഈ പണം മോഹിപ്പിച്ച് വിദ്യാർത്ഥികളെ ഇങ്ങനെ വലയിലാക്കുന്ന സംഘം അതിവ്യാപകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥിയാണെന്ന് മാത്രമല്ല മറ്റ് ചില വിദ്യാർത്ഥികൾ കൂടി ഇത് സമാനമായ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 40ഓളം വിദ്യാർത്ഥികൾ ഈ വടകര വില്യാപ്പള്ളി ഏരിയയിൽ മാത്രമായി ഈ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നുണ്ട്. സൗഹൃദം സ്ഥാപിച്ചെടുത്തതിന് ശേഷമാണോ ഈ അക്കൗണ്ടുകൾ തുറക്കാനായി അവരെ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും സ്വാഭാവികം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അവർക്ക് സൗഹൃദങ്ങളുണ്ടാകും. ഈ സൗഹൃദത്തിലേക്ക് അവർക്ക് മുമ്പ് എപ്പോഴെങ്കിലും അവരുമായി ഏതെങ്കിലും തരത്തിൽ കണക്ഷനുള്ള ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതോളം ഈ വടകരയിൽ ഈ തട്ടിപ്പിന് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രണ്ടാളുടെ പേരുകൾ അവർ പറയുന്നുണ്ട്. ഒരു ഡാനിഷ് എന്ന പേരും ഒരു ഫയാസ് എന്നുള്ള പേരും. ഈ 2 വ്യക്തികളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ഈ വലിയ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ഏജന്റുമാരായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ATM കാർഡുകൾ ഇവരുടെ കൈവശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതുവഴി ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു മാധ്യമം, ഒരു വഴി തുറക്കുകയാണ് എന്നുള്ളതാണ്. അതിനുള്ള ഏജന്റുമാരായി കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഉള്ള ഈ 2 പേർ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം ഇപ്പോൾ സംസാരിച്ച കുട്ടിയുടെ പണം അത് പിൻവലിച്ചത് ദുബൈയിൽ എന്നാണ് പോലീസിനുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കുട്ടി നമ്മുടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ തട്ടിപ്പ് ശൃംഖല അതിവിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതിജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ സാമ്പത്തിക കെണിയിൽ, ഈ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളായിരിക്കും. അവിടുത്തെ പോലീസ് വന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം അത് അതീവ ഗുരുതരം തന്നെയാണ്.